ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. തിരുവനന്തപുരം ഡൽഹി വിമാനം ചെന്നൈ വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കി. റഡാറുമായുള്ള ബന്ധത്തിൽ തകരാറ് കണ്ടെത്തതിനെ തുടർന്നാണ് വിമാനം നിലത്തിറക്കിയത്. വിമാനത്തിൽ ഉണ്ടായിരുന്നത് 5 MP-മാർ ഉൾപ്പെടെ നിരവധി യാത്രക്കാർ. എയർ ഇന്ത്യ 2455 വിമാനമാണ് അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. വിമാനത്തിലുണ്ടായത് സാങ്കേതിക പ്രശ്നമെന്ന് എയർ ഇന്ത്യ വിശദീകരിക്കുന്നു. മുൻകരുതൽ നടപടി എന്ന ഭാഗമായിട്ടാണ് വിമാനം ചെന്നൈയിൽ ഇറക്കിയത് എന്നും എയർ ഇന്ത്യ അറിയിച്ചു. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രതീഷ്, തിരുവനന്തപുരത്ത് നിന്നും ഡൽഹിയിലേക്കുള്ള വിമാനമാണ് ഈ ഘട്ടത്തിൽ ഈ രീതിയിൽ അടിയന്തരമായി ചെന്നൈയിൽ ഇറക്കേണ്ടി വന്നത്. റഡാർ സംവിധാനത്തിൽ ഉണ്ടായ പിഴവ് എന്നൊരു വിശദീകരണം ഇപ്പോൾ എയർ ഇന്ത്യ നൽകുന്നുമുണ്ടല്ലോ. ഇപ്പോൾ യാത്രക്കാരെ മറ്റൊരു വിമാനത്തിൽ ഡൽഹിയിലേക്ക് അയക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. അതിൽ പുതിയ അപ്ഡേറ്റുകളുണ്ടോ പ്രതീഷ്? പ്രജിൻ, ഇന്ന് വൈകിട്ട് 7:50 തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പോകേണ്ട വിമാനമാണ് ചെന്നൈയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. വിമാനം തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് ഏകദേശം 1 മണിക്കൂറും 10 മിനിറ്റും കഴിഞ്ഞപ്പോഴാണ് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. റഡാറുമായുള്ള സാങ്കേതിക ബന്ധം വിച്ഛേദിച്ചതിനെ തുടർന്നാണ് ഈ സാങ്കേതിക പ്രശ്നം ഉണ്ടായത് എന്നതാണ് നിലവിൽ എയർ ഇന്ത്യ അധികൃതർ അറിയിക്കുന്നത്. തുടർന്ന് ഈ ചെന്നൈയിലേക്ക് വിമാനം ഡൈവേർട്ട് ചെയ്യുകയായിരുന്നു. പക്ഷേ ചെന്നൈയിൽ എത്തിയിട്ട് പെട്ടെന്ന് ലാൻഡിങ്ങിന് അനുമതി ലഭിച്ചിരുന്നില്ല. ഏകദേശം 1 മണിക്കൂറോളം ചെന്നൈ വിമാനത്താവളത്തിന്റെ മുകളിൽ വിമാനം പറന്നു. പിന്നീടാണ് ഈ വിമാനം ഇറക്കാനുള്ള അനുമതി ലഭിക്കുകയും ചെന്നൈ എയർപോർട്ടിൽ അടിയന്തര ലാൻഡിംഗ് നടത്തുകയും ചെയ്തത്. എയർ ഇന്ത്യയുടെ 2455 എന്ന വിമാനമാണ് ചെന്നൈയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഒന്നുമില്ല. ഈ വിമാനത്തിൽ 5 MP-മാരാണ് ഉണ്ടായിരുന്നത്. കേരളത്തിൽ നിന്നുള്ള KC വേണുഗോപാൽ, K രാധാകൃഷ്ണൻ, കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ് എന്നീ MP-മാരും തിരുനെൽവേലിയിൽ നിന്നുള്ള മറ്റൊരു MP-യും ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു. ഈ 12:30 തന്നെ മറ്റൊരു വിമാനത്തിൽ ഈ യാത്രക്കാരെ ഡൽഹിയിൽ എത്തിക്കുമെന്നതാണ് നിലവിൽ എയർപോർട്ട് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഈ സാങ്കേതിക തകരാർ പരിശോധിച്ചു വരികയാണ്. അത് പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് മറ്റൊരു വിമാനത്തിൽ ഈ യാത്രക്കാരെ യാത്രക്കാരെ ഡൽഹിയിൽ എത്തിക്കുന്നത്. ഈ സാങ്കേതിക പ്രശ്നം എന്തെന്ന് വിശദമായി പരിശോധിക്കുമെന്ന് എയർപോർട്ട് അതോറിറ്റി ഇതിനോടകം അറിയിച്ചിട്ടുണ്ട്. നിലവിൽ മറ്റ് യാത്രക്കാർക്ക് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല. എന്തായാലും ഈ അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ട സാഹചര്യം ഉൾപ്പെടെ വിശദമായി അന്വേഷിക്കുമെന്നതാണ് എയർപോർട്ട് അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. യെസ്, എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്നുള്ളത് എയർ ഇന്ത്യ പിന്നീട് അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും മറ്റാർക്കും പ്രശ്നങ്ങളില്ല. നിലവിലുണ്ടായത് ഒരു മുൻകരുതൽ നടപടി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ചെന്നൈയിൽ അങ്ങനെ ഇറക്കുകയായിരുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ എയർ ഇന്ത്യ ഏറ്റവും ഒടുവിൽ വിശദീകരിച്ചത്. മറ്റൊരു വാർത്തയിലേക്ക്. ഇന്ത്യക്കെതിരെ പ്രകോപന പരാമർശവുമായി പാക് പട്ടാള മേധാവി അസിം മുനീർ. സിന്ധു നദിയിൽ ഇന്ത്യ ഡാം പണിതാൽ തകർക്കുമെന്നും സിന്ധു നദി ഇന്ത്യയുടെ കുത്തകയല്ലെന്നും അസിം മുനീർ പറഞ്ഞു. ആണവായുധ രാജ്യമായ പാകിസ്ഥാൻ തകരുകയാണ് എന്ന് തോന്നിയാൽ ലോകത്തെ പകുതി രാജ്യങ്ങളെയും തകർക്കുമെന്നും അസിം മുനീർ ഭീഷണിപ്പെടുത്തി. അമേരിക്കയിലെ പാക് ബിസിനസ്സുകാർ ഒരുക്കിയ വിരുന്നിലാണ് അസിം മുനീറിന്റെ ഈ പരാമർശമുണ്ടായത്. മധു കൊട്ടാരക്കര അമേരിക്കയിലെ ന്യൂജേഴ്സിയിലും തത്സമയം ചേരുകയാണ്. മധു, പാകിസ്ഥാൻ തകരുകയാണെന്ന് തോന്നിയാൽ മറ്റ് രാജ്യങ്ങളെ തകർക്കും, ഒരു പകുതിയോളം രാജ്യങ്ങളെ തകർക്കും, അതിനുശേഷം മാത്രമേ പാകിസ്ഥാൻ തകരുകയുള്ളൂ എന്നൊക്കെ ഏത് രീതിയിൽ, ഏത് ഘട്ടത്തിൽ, ഏത് സാഹചര്യത്തിലാണ് പാക് പട്ടാള മേധാവി അവിടെ പറഞ്ഞത്? അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? പ്രജിൻ, പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഒരുപക്ഷെ ദശാബ്ദങ്ങൾക്കായിട്ട് നമ്മൾ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള വളരെ വിവാദപരമായിട്ടുള്ള ഒരു പരാമർശമാണ് ഒരു സൈനിക മേധാവിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതുമാത്രമല്ല, ലോക സമാധാനം എന്ന് പറഞ്ഞ് ഡൊണാൾഡ് ട്രംപ് നൊബേൽ സമ്മാനമൊക്കെ ലക്ഷ്യമാക്കി ഒരു വശത്ത് നീങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ രാജ്യത്ത് നിന്നുകൊണ്ട് അദ്ദേഹം താമസിക്കുന്ന മാഴലഗോ എന്ന് പറയുന്ന വസതിയുടെയൊക്കെ അടുത്ത് ഉള്ള മറ്റൊരു സ്ഥലമായ ഫ്ലോറിഡയിലെ ടാംബയിൽ നിന്നാണ് ഈ വിവാദ പ്രസ്താവന വന്നിരിക്കുന്നത്. ആണവ ഭീഷണിയാണ് പാക് സൈനിക മേധാവി അസിം മുനീർ ഇന്നലെ രാത്രിയിൽ നടന്ന അത്താഴ വിരുന്നിൽ ഇന്ത്യക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ ഒരു ആണവ ശക്തിയാണെന്നുള്ള കാര്യം മറന്നു പോകരുതെന്നാണ് ഇന്ത്യയോട് ഉള്ള ഒരു മുന്നറിയിപ്പായിട്ട് പറയുന്നത്. ഇന്ത്യ ഇനി ഏതെങ്കിലും രീതിയിലുള്ള ഒരു സൈനികപരമായ ഒരു നീക്കം നടത്തുവാണെങ്കിൽ ഒരുപക്ഷെ ആ ഒരു രീതിയിലേക്ക്, ആ മേഖല ഒരു ആണവ യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് അദ്ദേഹം പറയുന്നത്. അത് മാത്രമല്ല, ഏതെങ്കിലും രീതിയിൽ സൈനികപരമായിട്ട് താഴോട്ട് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ പകുതിയും എടുത്തുകൊണ്ടേ പാകിസ്ഥാൻ പോകൂ എന്നുള്ളൊരു ഭീഷണിയാണ് അദ്ദേഹം പറയുന്നത്.
പറയുന്നത് ഒരു ബിസിനസ്സുകാരൻ ഒരുക്കിയ ഒരു അത്താഴ വിരുന്നാണ്. അദ്നാൻ അസാദ് എന്ന് പറയുന്ന ആളാണ്. ഇദ്ദേഹം പാകിസ്ഥാന്റെ ഒരു നയതന്ത്ര പ്രതിനിധിയായിട്ടും പ്രവർത്തിക്കുന്നു എന്ന് പറയപ്പെടുന്നു. ഇത് കൂടാതെ സിന്ധു നദീജല കരാറിനെ പറ്റിയും പരാമർശിച്ചു. ഏതാണ്ട് 25 ലക്ഷം പേരെ പട്ടിണിയിലാക്കുന്ന രീതിയിലുള്ള ഒരു നീക്കമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ ഇന്ത്യ ഒരു അണക്കെട്ട് ആ നദിയിൽ പണിയാൻ ശ്രമിച്ചാൽ ആ അണക്കെട്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കകം ഏതാണ്ട് ഒരു 10 മിസൈൽ ഉപയോഗിച്ച് അത് നിമിഷങ്ങൾക്കുള്ളിൽ തകർക്കുമെന്ന് പറയുന്നു. ഇന്ത്യയുടെ കുടുംബസ്വത്തല്ല ഈ സിന്ധു നദി എന്ന് അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. അത് മാത്രമല്ല, ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ ഈ അത്താഴ വിരുന്നിൽ അദ്ദേഹം കളിയാക്കുകയും ചെയ്തു. ഇന്ത്യക്കുണ്ടായ നഷ്ടങ്ങൾ കാണിക്കുവാൻ അദ്ദേഹം വെല്ലുവിളിച്ചു. അങ്ങനെ നഷ്ടങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടു കൂടി പാകിസ്ഥാനുണ്ടായ നഷ്ടങ്ങൾ എന്താണെന്ന് പൊതുസമൂഹത്തിന് വെളിപ്പെടുത്താമെന്ന് അദ്ദേഹം പറയുന്നു. ജനറൽ മൈക്കിൾ പിള്ള എന്ന് പറയുന്ന ഒരു US സൈനിക കമാൻഡറിന്റെ ഒരു റിട്ടയർമെന്റ് ഫംഗ്ഷൻ ആയിരുന്നു ഇവിടെ നടന്നത്. ഇതിൽ പങ്കെടുത്തത് മുഴുവൻ പാക് വംശജരാണെന്ന് അറിയാൻ സാധിച്ചു. തന്നെയുമല്ല, വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡിന്നർ ആയിരുന്നു. അതായത് സെൽഫോണോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങളോ ഈ അത്താഴ വിരുന്നിൽ കൊണ്ടുവന്നതിൽ നിന്ന് വിലക്കിയിരുന്നു. പക്ഷേ ഈ പങ്കെടുത്തവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ വെച്ചൊക്കെയാണ് ദ പ്രിന്റ് എന്ന് പറയുന്ന മാധ്യമം ഈ വിവരം പുറത്തുവിട്ടത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നോ ഇന്ത്യയുടെ ഭാഗത്തു നിന്നോ ഔദ്യോഗികമായി ഇതിനോട് ഒരു പ്രതികരണം വന്നിട്ടില്ല. ഇത് കൂടാതെ ഇന്ത്യയുടെ സമ്പദ്ഘടനയും ഇദ്ദേഹം കളിയാക്കിയതായിട്ടുള്ള വിവരങ്ങളും വരുന്നുണ്ട്. അതായത് ഇന്ത്യ ഒരു തിളങ്ങുന്ന മെഴ്സിഡസ് ബെൻസ് ആണെങ്കിൽ പാകിസ്ഥാൻ ചരല് കൊണ്ടുപോകുന്ന ഒരു ഡംപ് ട്രക്ക് ആണെന്ന് മറക്കരുത്. ഇടി കിട്ടേണ്ടി വന്നാൽ ബെൻസ് ആയിരിക്കും തകരുന്നത് എന്നൊരു മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഖത്തറിൽ വീണ്ടും വൻ ആയുധവേട്ട. രാജ്യത്തേക്ക് ലൈസൻസ് ഇല്ലാത്ത തോക്കുകൾ കള്ളക്കടത്ത് നടത്തുന്ന സംഘത്തിലെ 5 പേരെ ഖത്തർ ആഭ്യന്തര മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. 2 സ്വദേശികളും 3 വിദേശികളും അടങ്ങുന്ന സംഘത്തെയാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്നും റൈഫിളുകളടക്കം നിരവധി അനധികൃത തോക്കുകൾ കണ്ടെടുത്തിട്ടുണ്ട്. ലൈസൻസ് ഇല്ലാത്ത തോക്കുകൾ കടത്തുന്നതായി വിശ്വസനീയ വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 5 പേരെയും അറസ്റ്റ് ചെയ്തത്. ഇവരുടെ മൊഴിയനുസരിച്ച് രഹസ്യ കേന്ദ്രത്തിൽ നടത്തിയ റെയ്ഡിൽ നിരവധി അനധികൃത തോക്കുകൾ കണ്ടെത്തുകയായിരുന്നു. ഇവ പിടിച്ചെടുത്ത് നിയമ നടപടിക്രമങ്ങൾക്കായി കണ്ടുകെട്ടിയിട്ടുണ്ട്. 5 പേരെയും തുടർ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷന് റഫർ ചെയ്തു. ആയുധക്കടത്തിന് പിന്നിൽ പ്രവർത്തിച്ചതായി സംശയിക്കപ്പെടുന്നവരെ കണ്ടെത്താനായി വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും മന്ത്രാലയം അറിയിച്ചു. ലൈസൻസ് ഇല്ലാത്ത തോക്കുകൾ കൈവശം വെക്കുകയോ വ്യാപാരം നടത്തുകയോ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. രാജ്യസുരക്ഷയെ തടസ്സപ്പെടുത്താനുള്ള നടപടികൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും അനധികൃത ഇടപാടുകളിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുണ്ടാകില്ലെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വ്യാഴാഴ്ച അബു സംറ അതിർത്തിയിൽ 300 മെഷീൻ ഗൺ വെടിയുണ്ടകൾ പിടികൂടിയതിന് പിന്നാലെയാണ് തോക്കുകളുമായി 5 പേരെ അറസ്റ്റ് ചെയ്തത്. എന്തായാലും വിഷയത്തിൽ ആഭ്യന്തര മന്ത്രാലയം ഗൗരവതരമായ അന്വേഷണമാണ് നടത്തുന്നത്. അൻവർ പാലേരി, 24 ദോഹ. ഖത്തറിൽ കടബാധ്യതകൾ കാരണം ക്രിമിനൽ കേസ് നേരിടുന്ന 161 പേരുടെ മോചനത്തിനായി 9 ദശലക്ഷത്തിലേറെ റിയാൽ അനുവദിച്ചതായി മതകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വർഷത്തെ ആദ്യ 6 മാസത്തിനിടെയാണ് ഇത്രയും ഭീമമായ തുക ഇതിനായി മാറ്റിവെച്ചത്. 90,60,270 റിയാൽ അഥവാ 9 ദശലക്ഷത്തിലേറെ വരുന്ന തുകയാണ് കഴിഞ്ഞ 6 മാസത്തിനിടെ മതകാര്യ മന്ത്രാലയത്തിലെ സക്കാത്ത് കാര്യ വിഭാഗം ക്രിമിനൽ കേസുകൾ നേരിടുന്ന അർഹരായ ആളുകൾക്കായി ചെലവഴിച്ചത്. 161 പേരുടെ ജയിൽ മോചനത്തിന് ഈ തുക ഉപകരിക്കും. സക്കാത്ത് ഫണ്ട് സമൂഹത്തിലെ ഏറ്റവും അർഹരായ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് മന്ത്രാലയം കടുത്ത ശ്രദ്ധ പുലർത്തുന്നുണ്ടെന്നും സഹായം അനുവദിക്കുന്നതിന് മുമ്പ് അപേക്ഷകളും രേഖകളും ബന്ധപ്പെട്ട അധികാരികളുമായി ചേർന്ന് വിശദമായി പരിശോധിക്കുന്നുണ്ടെന്നും സക്കാത്ത് സർവീസ് വിഭാഗം മേധാവി യൂസുഫ് ഹസൻ അൽ ഹമാദി വ്യക്തമാക്കി. നിയമാനുസൃത ഇടപാടുകളെ തുടർന്ന് കടക്കണികളിൽപ്പെട്ട് ക്രിമിനൽ കേസുകൾ നേരിടുന്നവർക്ക് മാത്രമാണ് ഈ തുക ലഭിക്കാൻ അർഹതയുണ്ടാവുക. ആഡംബര ചെലവ് പോലുള്ള ആവശ്യങ്ങൾക്കായി പണം ദുർവ്യയം ചെയ്ത് കടക്കണികളിൽപ്പെട്ടവരെ സഹായത്തിനായി പരിഗണിക്കില്ല. ജുഡീഷ്യൽ തടവ് ശിക്ഷ വിധിക്കപ്പെട്ട ആവശ്യമായ രേഖകളോടുകൂടിയ ഔദ്യോഗിക അപേക്ഷ സമർപ്പിക്കുന്നവരെ മാത്രമാണ് ഇതിനായി പരിഗണിക്കാറുള്ളത്. അതേസമയം സക്കാത്ത് നൽകാൻ ആഗ്രഹിക്കുന്നവർ രാജ്യത്തെ സക്കാത്ത് ശേഖരണ ഓഫീസുകളും സ്മാർട്ട് ഫോൺ സക്കാത്ത് അഫയേഴ്സ് ആപ്പ്, മന്ത്രാലയ വെബ്സൈറ്റ്, ഖത്തർ ഇസ്ലാമിക് ബാങ്ക്, അൽറയാൻ ബാങ്ക് ATMകൾ, നേരിട്ടുള്ള ബാങ്ക് ട്രാൻസ്ഫർ തുടങ്ങിയ മാർഗങ്ങൾ ഉപയോഗിക്കണമെന്നും അൽ ഹമാദി ഓർമ്മിപ്പിച്ചു. അൻവർ പാലേരി, 24 ദോഹ.
ജിദ്ദയിൽ നടക്കുന്ന ഫിബ ഏഷ്യ കപ്പ് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വീണ്ടും തോൽവി. ഗ്രൂപ്പിലെ 3-ാം മത്സരത്തിൽ സൗദിയോടാണ് ഇന്ത്യ പരാജയപ്പെട്ടത്. ഇതോടെ ഇന്ത്യ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ഫിബ ഏഷ്യ കപ്പ് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് ഗ്രൂപ്പ് സിയിലെ 3-ാം മത്സരത്തിലാണ് ഇന്ത്യ സൗദിയെ നേരിട്ടത്. ജിദ്ദ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരം ആദ്യഘട്ടത്തിൽ വാശിയേറിയതായിരുന്നെങ്കിലും പിന്നീട് സൗദിയുടെ ആധിപത്യമായിരുന്നു. ആദ്യത്തെ ക്വാർട്ടർ 25-24 എന്ന സ്കോറിൽ ഇന്ത്യ നേടിയെങ്കിലും പിന്നീടുള്ള 3 ക്വാർട്ടറുകളും സൗദി ജയിച്ചു. 59-നെതിരെ 84 എന്ന സ്കോറിലാണ് സൗദിയുടെ ജയം. 20 പോയിന്റുമായി പൽപ്രീത് സിംഗ് ബ്രാറാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. മലയാളി താരം പ്രണവ് പ്രിൻസ് 9 പോയിന്റ് നേടി. മലയാളികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാർ കളി കാണാനെത്തിയിരുന്നു. ഇന്ത്യക്ക് നമ്മൾ പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റിയില്ലെങ്കിലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സൗദി അറേബ്യ 17 പോയിന്റ് മാർജിനിൽ വിജയിക്കാൻ കഴിഞ്ഞു. സൗദി അറേബ്യ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. എങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു ഈ ഒരു മാച്ച്. ഇവിടെ ജിദ്ദയിൽ ആദ്യമായിട്ട് നടക്കുന്ന ഫിബ ഏഷ്യൻ കപ്പിൽ ഇന്ത്യ സൗദി അറേബ്യ മാച്ച് കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. മാച്ച് ഇന്ത്യ തോറ്റെങ്കിലും ഇത് നമുക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇന്ത്യൻ്റെയും സൗദിൻ്റെയും ഒരു മാച്ച് കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു മൊമെൻ്റാണ്. ഇന്ത്യൻ കോൺസൽ ജനറൽ ഉൾപ്പെടെ കോൺസുലേറ്റ് പ്രതിനിധികളും മത്സരം കാണാനെത്തിയിരുന്നു. 3 മത്സരങ്ങളിലും പരാജയപ്പെട്ട ഇന്ത്യ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ഗ്രൂപ്പ് സിയിൽ 1-ാമതെത്തിയ ചൈന നേരിട്ട് ക്വാർട്ടറിൽ പ്രവേശിച്ചു. 2-ാം സ്ഥാനത്തുള്ള സൗദിക്കും 3-ാം സ്ഥാനത്തുള്ള ജോർദാനും പ്ലേ ഓഫിന് അവസരമുണ്ട്. 4 ഗ്രൂപ്പുകളിലായി 16 ടീമുകളാണ് മത്സരിക്കുന്നത്. പോയിന്റ് പട്ടികയിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും കഴിഞ്ഞ 3 മത്സരങ്ങളിലും ഭേദപ്പെട്ട മത്സരം കാഴ്ചവെക്കാൻ സാധിച്ചു എന്നതാണ് ഇന്ത്യക്ക് നേരിയ ആശ്വാസം. ജിദ്ദയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. സൗദിയിലെ ജിദ്ദയിൽ പക്ഷാഘാതം വന്ന് കിടപ്പിലായ ഇന്ത്യക്കാരൻ തുടർ ചികിത്സയ്ക്ക് നാട്ടിലെത്താൻ കഴിയാതെ പ്രയാസപ്പെടുകയാണ്. ഏറ്റെടുക്കാനോ നാട്ടിലേക്ക് കൊണ്ടുപോകാനോ ആളില്ലാതെ 2 വർഷമായി കിടപ്പിലാണ്. അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയ ആശുപത്രിയിൽ ഇപ്പോൾ ഈയൊരു രോഗി മാത്രമാണുള്ളത്. ഇന്ത്യൻ കോൺസുലേറ്റിന്റെയും സന്നദ്ധ സംഘടനകളുടെയും അടിയന്തര ഇടപെടൽ ഉണ്ടായാൽ രോഗിയെ നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ബീഹാർ സ്വദേശിയായ വീരേന്ദ്ര ഭഗത് പ്രസാദ് ഈ കിടപ്പ് തുടങ്ങിയിട്ട് 2 വർഷം പിന്നിട്ടു. തുടർ ചികിത്സക്കോ നാട്ടിലേക്ക് കൊണ്ടുപോകാനോ ആരും മുന്നോട്ട് വരാത്തതാണ് കാരണം. പക്ഷാഘാതം വന്ന് 2023-ലാണ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന ഇദ്ദേഹത്തെ ജിദ്ദയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ജോലി ചെയ്തിരുന്ന കമ്പനി ഇദ്ദേഹത്തെ നാട്ടിലയക്കാൻ അന്ന് മുന്നോട്ട് വന്നിരുന്നെങ്കിലും ഇൻഷുറൻസ് കമ്പനിയുമായുള്ള തർക്കം കാരണം അത് നടന്നില്ല. എന്നാൽ ഇപ്പോൾ ഇൻഷുറൻസിന്റെ കാലാവധി തീർന്നു. അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയ ആശുപത്രിയിലാകട്ടെ ഇപ്പോഴുള്ളത് ഈ ഒരു രോഗി മാത്രം. ഈ രോഗിയെ പരിചരിക്കാനായി മാത്രം ഏതാനും ചില ജീവനക്കാരും. ഇന്ത്യൻ കോൺസുലേറ്റ് ഗ്യാരണ്ടി നൽകിയാൽ ബില്ലിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്ത് രോഗിയെ ഡിസ്ചാർജ് ചെയ്യാമെന്ന നിലപാട് ആശുപത്രി മാനേജ്മെന്റ് അറിയിച്ചതായാണ് വിവരം. നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ചെലവും കണ്ടെത്തണം. ജിദ്ദയിൽ അൽസഹറ ഹോസ്പിറ്റലിൽ നിന്ന് ബുക്ഷാൻ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വന്നതാണ്. ആ പേഷ്യന്റ് സഡൻലി അൺകോൺഷ്യസ് ആയിട്ട് റൈറ്റ് സൈഡ് സ്ട്രോക്കായിട്ട് ആണ് അവിടുന്ന് ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ അതായത് ഇപ്പോൾ ഈ പേഷ്യന്റ് ഇവിടെ റിലേറ്റീവ് ഇല്ല, ആരുമില്ല. പേഷ്യന്റെ കണ്ടീഷൻ ഇത് ജസ്റ്റ് ഇമ്പ്രൂവ്മെന്റ് മാത്രം ലിറ്റിലേ ഉള്ളൂ. ടോക്ക് ചെയ്യാൻ പറ്റത്തില്ല, ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുള്ളൂ. കാരണം ഒരു 4 ചിൽഡ്രൻ ഉണ്ട്, വൈഫുണ്ട്, വെരി പുവർ ഫാമിലിയാണ്. എങ്ങനെയെങ്കിലും ഈ പേഷ്യന്റിനെ കോൺസുലേറ്റ് ഇടപെട്ട് ഈ പേഷ്യന്റ് എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഇന്ത്യയിൽ ട്രാൻസ്ഫർ ചെയ്യാൻ നിങ്ങൾ ട്രൈ ചെയ്യണം. കാരണം ഈ പേഷ്യന്റിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും നാൾ ഇവിടെ വർക്ക് ചെയ്തത്. അപ്പോൾ എല്ലാവരും പ്ലീസ് ഹെൽപ്പ് ചെയ്ത് ഈ പേഷ്യന്റിനെ എത്രയും പെട്ടെന്ന് അവിടെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഹെൽപ്പ് ചെയ്യുക, സഹകരിക്കുക എല്ലാവരും. ഭാര്യയും 4 കുട്ടികളും അടങ്ങുന്ന ദരിദ്ര കുടുംബമാണ് വീരേന്ദ്ര ഭഗത്തിൻ്റേത്. എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാൻ സഹായിക്കണമെന്ന് കുടുംബം ഇന്ത്യൻ കോൺസുലേറ്റിനോട് ആവശ്യപ്പെട്ടു. സഹായിക്കാൻ കോൺസുലേറ്റും സന്നദ്ധ സംഘടനകളും സുമനസ്സുകളും മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. ഈ ഒരു രോഗിക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ ആശുപത്രി പ്രവർത്തിക്കുന്നത്. പരമാവധി നേരത്തെ രോഗിയെ നാട്ടിലെത്തിക്കണം. അതിന് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ സഹകരണം വേണം. അതോടൊപ്പം തന്നെ ഫണ്ട് കണ്ടെത്തുകയും വേണം. ജിദ്ദയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24.
ജിദ്ദയിൽ നടക്കുന്ന 6ാമത് അബീർ ബ്ലൂ സ്റ്റാർ സോക്കർ ഫെസ്റ്റ് ഫുട്ബോൾ ടൂർണമെന്റ് പുരോഗമിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ മത്സരങ്ങളിൽ സൂപ്പർ ലീഗിൽ റിയൽ കേരളയും വെറ്ററൻസ് വിഭാഗത്തിൽ അബീർ ഫ്രൈഡേ എഫ്സിയും ബി ഡിവിഷനിൽ ACCBയും ജയിച്ചു. ജിദ്ദ ഖാലിദ് ബിൻ വലീദ് അൽ റുസൂഫ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. സന്തോഷ് ട്രോഫി, ഐ ലീഗ്, ISL താരങ്ങൾ വിവിധ ടീമുകളിലായി അണിനിരന്നു. ടൂർണമെന്റിന്റെ 3ാം ദിവസമായ അടുത്ത വെള്ളിയാഴ്ച 4 മത്സരങ്ങൾ നടക്കും. വൈകുന്നേരം 7 മണിക്ക് നടക്കുന്ന ആദ്യ മത്സരത്തിൽ വെറ്ററൻസ് വിഭാഗത്തിൽ ഫുട്ബോൾ ലവേഴ്സ് FC ബ്ലാസ്റ്റേഴ്സ് FCയെ നേരിടും. 2ാം മത്സരത്തിൽ ബി ഡിവിഷനിൽ റീം FC അബീർ എക്സ്പ്രസ് ബ്ലൂ സ്റ്റാർ FCയുമായും ഫ്രണ്ട്സ് ജിദ്ദ റെഡ് സി ബ്ലാസ്റ്റേഴ്സുമായും ഏറ്റുമുട്ടും. 4ാം മത്സരത്തിൽ ACCA ടീം അബീർ എക്സ്പ്രസ് ബ്ലാസ്റ്റേഴ്സ് FCയുമായും ഏറ്റുമുട്ടും. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്ന് ഒരു വർഷം പൂർത്തിയായിട്ടും പുനരധിവാസം എങ്ങുമെത്താത്ത നിലയിലാണെന്നും സർക്കാർ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്നും ഖത്തർ പ്രവാസി വെൽഫെയർ ആവശ്യപ്പെട്ടു. വയനാട് പുനരധിവാസം പെരുവഴിയിൽ എന്ന തലക്കെട്ടിൽ സംഘടിപ്പിച്ച സാമൂഹിക സംഗമത്തിലാണ് ഈ കാര്യം ആവശ്യപ്പെട്ടത്. പുനരധിവാസത്തിനായി സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരം ഭീമമായ സംഖ്യയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പലരും നൽകിയത്. ഒരു വർഷം കഴിഞ്ഞിട്ടും ആകെ ഒരു മാതൃകാ വീട് മാത്രമാണ് പൂർത്തിയായിരിക്കുന്നത്. സർക്കാർ നടപ്പിലാക്കുന്ന ടൗൺഷിപ്പിനെ കുറിച്ച് ഉയർന്ന ആരോപണങ്ങളിൽ ജനങ്ങൾക്കുള്ള ആശങ്കകൾ അകറ്റണമെന്നും സംഗമം ആവശ്യപ്പെട്ടു. പ്രവാസി വെൽഫെയർ സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. T സിദ്ദിഖ് MLA വീഡിയോ കോൺഫറൻസിലൂടെ സംഗമത്തെ അഭിസംബോധന ചെയ്തു. പ്രവാസി വെൽഫെയർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മജീദ് അലി മുഖ്യ പ്രഭാഷണം നടത്തി. ഒമാനിൽ പ്രവാസികളുടെ റെസിഡന്റ് കാർഡ് കാലാവധി ഇനി 3 വർഷം വരെ ലഭിക്കും. ഒമാനി പൗരന്മാർക്കുള്ള ID കാർഡിന്റെ കാലാവധി 5 വർഷത്തിൽ നിന്ന് 10 വർഷമായി നീട്ടിയിട്ടുമുണ്ട്. റോയൽ ഒമാൻ പോലീസ് സിവിൽ സ്റ്റാറ്റസ് നിയമത്തിലെ എക്സിക്യൂട്ടീവ് റെഗുലേഷനിലാണ് ഭേദഗതി വരുത്തിയിരിക്കുന്നത്. പോലീസ് കസ്റ്റംസ് ഇൻസ്പെക്ടർ ജനറൽ ഹസൻ ബിൻ മൊഹസിൻ അൽ ഷൊറൈക്കിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഉത്തരവ് പ്രകാരം 1 മുതൽ 3 വർഷം വരെ റെസിഡന്റ് കാർഡ് ലഭിക്കുന്നതിന് ഓപ്ഷൻസ് ലഭിക്കും. 1 വർഷത്തേക്ക് 5 റിയാലും 2 വർഷത്തേക്ക് 10, 3 വർഷത്തേക്ക് 15 റിയാലായിരിക്കും ഫീസ്. കാർഡ് ഉടമകൾ അവരുടെ റെസിഡന്റ് കാർഡ് കാലാവധി കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ പുതുക്കണം. നഷ്ടപ്പെട്ടതോ കേടായതോ ആയ റെസിഡന്റ് കാർഡിന് പകരം പുതിയത് ലഭിക്കുന്നതിന് 20 റിയാലായിരിക്കും ഫീസ്. ഒമാനി പൗരന്മാർക്കുള്ള ID കാർഡിന്റെ കാലാവധി 5 വർഷത്തിൽ നിന്ന് 10 വർഷമായി നീട്ടാനും തീരുമാനമായിട്ടുണ്ട്. 24 ഒമാൻ. നിമിഷപ്രിയയുടെ മോചന വിഷയത്തിൽ വീണ്ടും പ്രതികരണവുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. വിഷയത്തിൽ പലരും ക്രെഡിറ്റ് സമ്പാദിക്കാൻ ശ്രമം നടത്തി. ഞങ്ങൾക്ക് ക്രെഡിറ്റിന്റെ ആവശ്യമില്ല, കടമ മാത്രമാണ് നിർവഹിച്ചത്. ഉപയോഗപ്പെടുത്തിയത് മതത്തിന്റെയും രാജ്യത്തിന്റെയും സാധ്യതകളാണെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പാലക്കാട് പറഞ്ഞു. ഒരു വ്യക്തിയെ കൊല്ലപ്പെട്ടാൽ തീരുമാനിച്ചാൽ അത് മാപ്പ് കൊടുക്കാനുള്ള അധികാരം അവരുടെ കുടുംബങ്ങൾക്ക് ഉണ്ട്. ഈ സംഭവം തന്നെ ഉണ്ടായപ്പോൾ നല്ലവരായ എല്ലാവരും അതിനെ സ്വാഗതം ചെയ്തു. അതിൻ്റെ ഇടയിൽ ചില ആളുകൾ ക്രെഡിറ്റ് സമ്പാദിക്കാൻ വേണ്ടി എന്തൊക്കെ പറഞ്ഞു. നമ്മൾക്ക് അങ്ങനത്തെ ക്രെഡിറ്റ് ഒന്നും വേണ്ട, അതൊക്കെ അവരെടുത്തോട്ടെ. SKN40 2ാം ഘട്ടം ജ്യോതിർഗമയുടെ ഭാഗമായുള്ള ബോധവൽക്കരണ പരിപാടികൾ തുടരുകയാണ്. 2ാം വാരത്തിലെ പരിപാടികൾ വൈവിധ്യം കൊണ്ടും ജനകീയ പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. മയക്കുമരുന്നിനെതിരെയുള്ള 24ന്റെ പോരാട്ടത്തിന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആശംസ നേർന്നു. വിദ്യാർത്ഥികളെ മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുകയാണ് 1 വർഷം നീളുന്ന പരിപാടിയുടെ ലക്ഷ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജ്യോതിർഗമയ ആരംഭിക്കുന്നു. ഇന്ത്യൻ മീഡിയ കണ്ട ഏറ്റവും വലിയ ബോധവൽക്കരണ യജ്ഞം ഇവിടെ ആരംഭിക്കുന്നു. നിങ്ങൾക്കറിയുന്ന പോലെ SKN40യുടെ 2ാം ഘട്ടമാണ്. ലഹരിക്കെതിരെ നമ്മൾ തുടങ്ങി വെച്ച പോരാട്ടം തുടരുകയാണ്. സ്കൂളുകളിലും കോളേജുകളിലും വിപുലമായ ബോധവത്കരണ പരിപാടികളാണ് SKN40 2ാം ഘട്ടം ജ്യോതിർഗമയയിൽ 24 സംഘടിപ്പിക്കുന്നത്. 24നെ അഭിനന്ദിച്ച് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. നിങ്ങളൊരു ക്രൂസൈഡ് എന്ന നിലയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. തീർച്ചയായും കോളേജിലും സ്കൂളിലും പഠിക്കുന്ന കുട്ടികൾക്ക് പുതിയ അവബോധമുണ്ടാകും. അതിന് നിങ്ങൾ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് എൻ്റെ പൂർണ്ണ പിന്തുണയുണ്ടാകും. മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് ആശംസ നേർന്നു. ചലച്ചിത്രതാരം ടിനി ടോം തത്സമയം അതിഥിയായി എത്തി. ഇത് തന്നെയാണ് ചെയ്യേണ്ടത്, ഇതാണ് ചെയ്യേണ്ടത്. കാരണം വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടികൾക്ക് എന്ത് എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് അവരുടെ മനസ്സിലേക്ക് യഥാർത്ഥ ചിത്രം, അതായത് ഈ മദ്യവും മയക്കുമരുന്നും വരുത്തി വയ്ക്കുന്ന വിനയുടെ ചിത്രം പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്ന ഏറ്റവും പ്രാമുഖ്യമേറുന്നൊരു കാര്യത്തിലേക്കാണ് 24 ന്യൂസ് ഇറങ്ങിയിരിക്കുന്നത്.
ജില്ലകളിൽ നടന്ന മയക്കുമരുന്ന് മഹാവിപത്ത് പരിപാടിയിൽ ലഹരിക്കെതിരെ പോരാട്ടം നടത്തുന്നവർ ഭാഗമായി. ലഹരിയിൽ നിന്ന് മുക്തി നേടിയവരും ലഹരി വിമുക്ത കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്നവരും അനുഭവങ്ങൾ പങ്കുവച്ചു. എല്ലാ ആഴ്ചകളിലും കുട്ടികളെ കൊണ്ട് എടുപ്പിക്കുകയും ആ കുട്ടികളിൽ നിന്ന് തുടർച്ചയായിട്ടൊരു അവരൊരു ടച്ച് വേണം നമുക്ക്. ആറന്മുളയിലെ തെക്കേമുറി പള്ളിയോടത്തിന്റെ ലഹരി വിരുദ്ധ വഞ്ചിപ്പാട്ട് ഉൾപ്പെടെ വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ഡെസ്ക് 24. വോട്ടർ പട്ടിക ക്രമക്കേടിൽ നോട്ടീസ് കാണിച്ച് ഭയപ്പെടുത്താമെന്ന് ഇലക്ഷൻ കമ്മീഷൻ വിചാരിക്കേണ്ടെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനം രാജ്യം മുഴുവൻ കണ്ടതാണ്. ശകുൻ റാണിയുടെ പേരിൽ 2 വോട്ട് ചെയ്തു. ഇതിന് തെളിവുണ്ട്. ഇന്ത്യ സഖ്യത്തിലെ MPമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് മാർച്ച് നടത്തും. മറുപടി കിട്ടും വരെ പ്രതിഷേധവുമായി കോൺഗ്രസ് മുന്നോട്ടു പോകുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനം എല്ലാവരും കണ്ടതാണ്, രാജ്യം മുഴുവൻ കണ്ടതാണ്. 70 വയസ്സ് കഴിഞ്ഞ ശകുൻ റാണിയുടെ പേര് 2 പ്രാവശ്യം ചേർത്തിട്ടുണ്ട്. ഇത് ഫോം 6-ലൂടെയാണ് രണ്ടാമത്തെ വോട്ട് വന്നിരിക്കുന്നത്. അവർ വോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഞങ്ങളുടെ അടുത്ത് വ്യക്തമായ തെളിവുകളുണ്ട്. തെളിവുകൾ ഹാജരാക്കിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് നോട്ടീസ് കാണിച്ച് ഭയപ്പെടുത്താമെന്ന് ഇലക്ഷൻ കമ്മീഷൻ വിചാരിക്കണ്ട. നാളെ ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ MPമാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. മറുപടി കിട്ടുന്നത് വരെയുള്ള പോരാട്ടവുമായി കോൺഗ്രസ് പോവും. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.